പാർലമെന്റിലെത്തുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 14ാമത്തെ അംഗമായി പ്രിയങ്ക ഗാന്ധി മാറിയിരിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയാണ് പ്രിയങ്ക തന്റെ കന്നി പാർലമെന്റ് പ്രവേശനം ഉറപ്പാക്കിയത്. അമ്മയായ സോണിയാഗാന്ധി നിലവിൽ രാജ്യസഭാ അംഗമാണ്. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധിയെ പാർട്ടി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും മിന്നും വിജയം നേടിയ രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തി ലോക്സഭയിലെത്തി. നിലവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇതോടെ പാർലമെന്റിലെ കുടുംബ വാഴ്ചയെ പറ്റിയുള്ള ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. കൂടുതൽ എംപിമാരെ നൽകിയ കുടുംബം ഏതാണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. 2019 പ്രിയങ്ക ഗാന്ധി വദ്ര സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായും അവർ നിയമിതയായി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4.1 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക വിജയിച്ചത്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുങ്ങി നിന്ന കോൺഗ്രസിന് പ്രിയങ്കയുടെ വിജയം ആശ്വാസമായി. ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു പ്രിയങ്ക. ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് മേൽക്കൈ ലഭിക്കാൻ പ്രിയങ്കയുടെ പ്രചരണം ഉപകരിക്കപ്പെട്ടുവെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടി സ്ഥിതി മെച്ചപ്പെടുത്തി. ഈ വിജയത്തിന് പിന്നിലെ ചാലകശക്തിയും പ്രിയങ്കയായിരുന്നുവെന്നാണ് വിലയിരുത്തുന്നത്. 1972 ജനുവരി 12 പ്രിയങ്ക ഗാന്ധി ജനിച്ചത്. ന്യൂഡൽഹിയിലെ മോഡേൺ സ്കൂൾ, കോൺവെന്റ് ജീസസ് ആൻഡ് മേരി എന്നിവിടങ്ങളിലായിട്ടായിരുന്നു പ്രിയങ്ക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദം നേടിയ പ്രിയങ്ക ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. ലോക്സഭയിലേക്ക് 6 തവണ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് കോൺഗ്രസിലെ മുതിർന്ന അംഗമായ സോണിയാഗാന്ധി. 5 തവണ റായ്ബറേലിയിൽ നിന്നും 1 തവണ അമേഠിയിൽ നിന്നുമാണ് സോണിയ ലോക്സഭയിലേക്ക് എത്തിയത്. 5 തവണ പാർലമെന്റ് അംഗമായ രാഹുൽ ഗാന്ധി 3 തവണ അമേഠി മണ്ഡലത്തിൽ നിന്നും 1 തവണ വയനാട്ടിൽ നിന്നുമാണ് പാർലമെന്റിലെത്തിയത്. നിലവിൽ അദ്ദേഹം റായ്ബറേലി മണ്ഡലത്തെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. കോൺഗ്രസ് എംപിമാരായ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ: പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 മുതൽ 1964 വരെ ഫൂൽപൂർ മണ്ഡലത്തിൽ. വിജയലക്ഷ്മി പണ്ഡിറ്റ് 1964 മുതൽ 1969 വരെ ഫുൽപൂർ മണ്ഡലത്തിൽ. ഉമ നെഹ്റു 1952 മുതൽ 1962 വരെയും 1963 സീതാപൂർ മണ്ഡലത്തിൽ. ഇന്ദിരാഗാന്ധി 1964 മുതൽ 1984 വരെ റായ്ബറേലി, ചിക്മംഗ്ലൂരു, മേഡക് എന്നീ മണ്ഡലങ്ങളിൽ. ഫിറോസ് ഗാന്ധി 1952 മുതൽ 1960 വരെ റായ്ബറേലി മണ്ഡലത്തിൽ. ശ്യാം കുമാരി നെഹ്റു 1963 മുതൽ 1969 വരെ രാജ്യസഭയിൽ. അരുൺ നെഹ്റു 1980 മുതൽ 1980 വരെ റായ്ബറേലി, ബിൽഹാപൂർ മണ്ഡലങ്ങളിൽ. രാജീവ് ഗാന്ധി 1981 മുതൽ 1991 വരെ അമേഠിയിൽ. സഞ്ജയ് ഗാന്ധി 1980 അമേഠിയിൽ. അതേസമയം BJP എംപിമാരായ 2 പേർ കൂടി ഗാന്ധി കുടുംബത്തിലുണ്ട്. മനേക ഗാന്ധി 1989 മുതൽ 1991 വരെയും 1996 മുതൽ 2024 വരെയും പീലിഭിത്ത്, സുൽത്താൻപൂർ എന്നീ മണ്ഡലങ്ങളിൽ നിന്നും. വരുൺ ഗാന്ധി 2009 മുതൽ 2024 വരെ സുൽത്താൻപൂർ, പീലിഭിത്ത് മണ്ഡലങ്ങളിൽ നിന്നും. നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും അംഗങ്ങളുള്ള നിരവധി രാഷ്ട്രീയ കുടുംബങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. കോൺഗ്രസ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി P. ചിദംബരം നിലവിൽ രാജ്യസഭാ MP-യാണ്. അദ്ദേഹത്തിന്റെ മകനായ കാർത്തി ചിദംബരം നിലവിൽ ലോക്സഭാ അംഗമാണ്. കോൺഗ്രസ് സഖ്യകക്ഷിയായ DMK-യെ ലോക്സഭയിൽ നയിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ സഹോദരിയായ K. കനിമൊഴിയാണ്. തൂത്തുക്കുടി ലോക്സഭാ സീറ്റിൽ നിന്നുമാണ് കനിമൊഴി പാർലമെന്റിലെത്തിയത്. MK സ്റ്റാലിന്റെ ബന്ധുവായ ദയാനിധി മാരൻ ചെന്നൈ സെൻട്രൽ മണ്ഡലത്തെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. അന്തരിച്ച DMK സ്ഥാപകൻ M. കരുണാനിധിയുടെ അനന്തരവനാണ് ദയാനിധി മാരന്റെ പിതാവായ മുരസൊലി മാരൻ. സമാജ്വാദി പാർട്ടി SP പാർലമെന്റിൽ നിരവധി തവണ തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരുള്ള കുടുംബമാണ് യാദവ് കുടുംബം. സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവ് കനൌജിൽ നിന്നുമാണ് ലോക്സഭയിലെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡിംപിൾ യാദവ് മെയിൻപൂരി മണ്ഡലത്തിൽ നിന്നുമാണ് ലോക്സഭയിലെത്തിയത്. SP സ്ഥാപകനായ മുലായം സിംഗ് യാദവിന്റെ ഇളയ സഹോദരങ്ങളുടെ മക്കളായ ധർമ്മേന്ദ്ര യാദവ്,
ആദിത്യ യാദവ് എന്നിവർ യഥാക്രമം അസംഘട്ട്, ബധൗൻ എന്നീ മണ്ഡലങ്ങളെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. മുലായം സിംഗ് യാദവിന്റെ ബന്ധുവായ റാം ഗോപാൽ യാദവ് രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിന്റെ മകനായ അക്ഷയ് യാദവ് ഫിറോസാബാദിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി (NCP) ശരത് പവാറിന്റെ കുടുംബത്തിൽ നിന്നും 3 പേരാണ് പാർലമെന്റിലെത്തിയത്. നിലവിൽ ശരത് പവാർ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിന്റെ മകളായ സുപ്രിയ സുലെ ബാരമതി ലോക്സഭാ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനന്തരവനും നിലവിൽ മറുചേരിയിൽ നിലയുറപ്പിച്ചയാളുമാണ് അജിത് പവാർ. അജിത് പവാറിന്റെ ഭാര്യയായ സുനേത്ര പവാറും രാജ്യസഭാ അംഗമാണ്. ജനതാദൾ സെക്കുലർ. കർണാടകയിലെ ഗൗഡ കുടുംബത്തിന് 2 എംപിമാരാണുള്ളത്. മുൻ പ്രധാനമന്ത്രിയായ HD ദേവഗൌഡ നിലവിൽ രാജ്യസഭാ എംപിയാണ്. അദ്ദേഹത്തിന്റെ മകനും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ HD കുമാരസ്വാമി മാണ്ഡ്യ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് ലോക്സഭയിലെത്തിയത്. നിലവിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. രാഷ്ട്രീയ ജനതാദൾ. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന വ്യക്തിയായിരുന്നു RJD അധ്യക്ഷനായ ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിന്റെ ഭാര്യയായ രാബ്രി ദേവി ബീഹാർ നിയമസഭാ അംഗമാണ്. മക്കളായ തേജസ്വി യാദവും തേജ് പ്രതാപ് യാദവും ബീഹാർ നിയമസഭാ അംഗങ്ങളാണ്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ്. 4 തവണ എംപിയായ ഫാറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിലെ സർവ്വസമ്മതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകനായ ഒമർ അബ്ദുള്ള നിലവിൽ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു. 1998 മുതൽ 2009 വരെ ഒമർ അബ്ദുള്ള ലോക്സഭാ അംഗമായിരുന്നു. അതേസമയം രാജേഷ് യാദവ് എന്ന പപ്പു യാദവ് നിലവിൽ ലോക്സഭാ അംഗമാണ്. ബീഹാറിൽ നിന്നുള്ള എംപിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയായ രഞ്ജിത് രഞ്ജൻ രാജ്യസഭാ അംഗം കൂടിയാണ്. സിന്ധ്യ കുടുംബത്തിന് പാർലമെന്റിൽ 2 അംഗങ്ങളാണുള്ളത്. മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യയുടെ മകനായ ദുഷ്യന്ത് സിംഗ് ജലാവർ ബാരനിൽ നിന്നുള്ള എംപിയാണ്. വസുന്ധര രാജയുടെ അനന്തരവനായ ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് ലോക്സഭയിലെത്തിയത്. കൂടാതെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി കൂടിയാണ് ഇദ്ദേഹം.